ഹലോ ഗൈസ്, പൗരരാഗത്തിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശനാണെങ്കിൽ വിക്രത്തിനെ കണ്ടിട്ട് ഇറങ്ങി വരുവാണ് കേട്ടോ. വരുമ്പോൾ ബാലണ്ണനെ കാണും. ബാലണ്ണനെ കാണുമ്പോൾ എവിടെയെങ്കിലും എടുത്തു കൊടുക്കാനെങ്കിലും ഒരു ജോലി ഒപ്പിച്ച് തരാൻ പറയും. അപ്പോൾ ബാലണ്ണൻ പറയും എവിടെ കിട്ടാനാന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് പറയും നിനക്കൊരു ജോലി വേണമെങ്കിൽ നിൻ്റെ മകളോട് ചോദിച്ചാൽ പോരെ എന്ന് ചോദിക്കുമ്പോഴേക്കും പ്രകാശിന് ദേഷ്യം എന്ത് പറയുകയാണ്, ആരുടെ കാല് പിടിക്കേണ്ടി വന്നാലും അവളുടെ കാല് ഞാൻ പിടിക്കുകയില്ല എന്നൊക്കെ പറയുകയാണ്. അപ്പോൾ ബാലണ്ണൻ പറയുന്നുണ്ട് നീ രക്ഷപ്പെടാത്ത ഇതുകൊണ്ടാണ്. അവൾ ജനിച്ച കാലം തൊട്ട് ഞാൻ പറയുവാണ് നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അത് മാത്രമേ മാർഗ്ഗമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രകാശം പറയണം ഇനി നിങ്ങളോട് സഹായം ചോദിച്ച് ഞാൻ വരില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ് കേട്ടോ. ആ സമയത്ത് പ്രകാശിൻ്റെ ഈ സംസാരമൊക്കെ ഇങ്ങനെ ആരോ വീക്ഷിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രകാശിൻ്റെ അമ്മ ഇങ്ങനെ വീട്ടിൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് ചോദിക്കും എടാ നീ അവനെ കണ്ടോ, വിക്രത്തിനെ കണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആ കണ്ടു അമ്മ, എല്ലാവരും തല്ലി ചതച്ചിട്ടേക്കുവാ നമ്മുടെ കുഞ്ഞിനെ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പ്രകാശിൻ്റെ അമ്മ പറയുകയാണ് ഇനി ആരോടും വഴക്കിനൊന്നും പോകണ്ട, അവരൊക്കെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവനെ എങ്ങനെയും പുറത്തിറക്കണം എന്ന് പറയുമ്പോൾ പ്രകാശം പറയുന്നുണ്ട് ഇനിയും പുറത്തിറക്കിയില്ലെങ്കിൽ അവന് ജാമ്യം കിട്ടിയില്ലെങ്കിൽ ഇനി അവനെ ചിലപ്പോൾ നമ്മൾ ജീവനോടെ തന്നെ കണ്ടില്ല എന്ന് വരും അമ്മേ. അതിനുവേണ്ടി മാത്രം അവരൊക്കെ കാല് ഞാൻ പിടിക്കും. അത് കഴിഞ്ഞ് അവൻ്റെ കുഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞ് കഴിയുമ്പോൾ അതേ കാല് തന്നെ ഞാൻ വരും, എല്ലാത്തിനെയും ഞാൻ അവസാനിപ്പിക്കും, നശിപ്പിക്കും എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തോടെ പറയുവാണ് കേട്ടോ. പിന്നെ കാണിക്കുന്നത് വെച്ചാൽ ഏതോ ഒരു സ്ത്രീ വന്നിങ്ങനെ പ്രകാശിനെ വീക്ഷിച്ചല്ലോ. ആ സ്ത്രീ ഇങ്ങനെ കിരണിൻ്റെയും കല്യാണിയുടെയും സോണിയുടെയും അങ്ങനെ ഇവരുടെ എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആളുടെ ഫേസ് ഒന്നും കാണിക്കുന്നില്ല. ഓരോ ആൾക്കാരുടെ ഫോട്ടോ ഇങ്ങനെ മാറി മാറി ഫോണിൽ ഇങ്ങനെ നോക്കുന്നതായിട്ട് ഒരു ചെറിയ ഷോട്ടാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ നമ്മുടെ രാഹുൽ ഹോസ്പിറ്റലിൽ ബോധം തെളിയാണ്, ശാരി അടുത്തുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നിനക്ക് ഇപ്പോഴും എന്നോടുള്ള ദേഷ്യം മാറിയില്ല, നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ രാഹുൽ എഴുന്നേറ്റിരുന്ന് ചോദിക്കുമ്പോൾ ശാരി പറയുന്നുണ്ട് എനിക്ക് ദേഷ്യം മാറിയില്ല, നിങ്ങളെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനോഹർ കയറി വന്നിട്ട് സരയു എന്ത് ചെയ്യുമെന്ന് നമ്മുടെ ശാരി ചോദിക്കുമ്പോൾ പറയും അത് ചെറുതായിട്ട് പ്രഷറൊന്ന് കുറഞ്ഞു, ഇപ്പോൾ ഒരു നാരങ്ങാവെള്ളം മേടിച്ചു കൊടുത്ത് അവിടെ ഇരുത്തേക്ക് ഇപ്പം വരും, ഞാൻ അപ്പോഴത്തേക്ക് അമ്മായിയപ്പനെ ഒന്ന് അന്വേഷിക്കാൻ വന്നതെന്ന് പറയും. അപ്പോഴേക്കും നമ്മുടെ രാഹുൽ ഇവനെ കാണുമ്പോഴേ കലി വന്നിട്ട് ഓരോ വാക്കുതർക്കങ്ങളൊക്കെ ആവുകയാണ് കേട്ടോ. അതേസമയത്ത് നമ്മുടെ മനോഹർ പറയുന്നുണ്ട് അച്ഛനെ 2 ദിവസവും കൂടെ മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇടേണ്ടതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ രാഹുൽ ദേഷ്യം വന്നിട്ട് പോടാ എന്ന് പറയുകയാണ്. അപ്പോഴേക്കും നമ്മുടെ മനോഹർ പറയുകയാണ് ഷാരിയോട് സാരമില്ല ഞാൻ പോവുക എന്ന് പറഞ്ഞ് പയ്യെ അങ്ങ് ഇറങ്ങുവാണ്. ആ സമയത്ത് ഷാരി പറയുന്നുണ്ട് ഇനി മനുമോൻ്റെ മെക്കിട്ട് കയറാനാണെങ്കിൽ നിങ്ങളെ ഞാൻ തീർക്കും എന്ന് പറയുന്നുണ്ട്. അങ്ങനെ മനോഹർ വെളിയിലോട്ട് ഇറങ്ങുമ്പോഴേക്കും മനോഹർ കല്യാണം കഴിക്കാനിരിക്കുന്ന പെങ്കൊച്ചും അമ്മയും കൂടെ ഇതേ ഹോസ്പിറ്റലിലോട്ട് വരുവാണ് കേട്ടോ, പുതിയ പെങ്കൊച്ച്. എന്നിട്ട് അവൾ റോണി എന്താ ഇവിടെ നോക്കുമ്പോൾ മനോഹർ പറയുന്നുണ്ട് എൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ അഡ്മിറ്റ് ആയതാ എന്ന് പറയുമ്പം ഇവരും പറയുന്നുണ്ട് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഇവിടെ ഉണ്ട്, എന്തായാലും ഇവിടം വരെ വന്നാൽ റോണിയേട്ടൻ എൻ്റെ കൂടെ ഒന്ന് വാ, നമുക്ക് അവരൊന്ന് കണ്ടിട്ട് പോകാമെന്ന് പറയുമ്പോൾ മനോഹർ ഒരു പണിയാവല്ലോ എന്ന് ഓർത്തിരിക്കുവാണ്. എന്നാലും കുഴപ്പമില്ല വാ എന്ന് പറഞ്ഞ് കയറ്റിക്കൊണ്ട് പോകുന്ന സമയത്ത് ഷാരിയും സരയും ഓപ്പോസിറ്റ് വരുവാണ് കേട്ടോ. മനോഹർ പേടിച്ച് അവിടെ ഉണ്ടായിരുന്ന ഒരു മുറിയിലോട്ട് പെട്ടെന്ന് കയറും. എന്നിട്ട് ഇവർ കടന്നു പോയി കഴിയുമ്പോഴേക്കും ഇവൾ പെങ്കൊച്ച് തിരിഞ്ഞിട്ട് റോണിയേട്ടൻ എന്തെന്ന് ചോദിക്കുമ്പോഴേക്കും പയ്യെ ഒരു ഫോൺ വിളിക്കുന്നു, കോൾ വന്നിട്ട് മാറുക എന്നുള്ള രീതിയിൽ തിരിച്ച് മനോഹർ വരുവാണ് കേട്ടോ. എന്നിട്ട് മനോഹർ അവരുടെ കൂടെ അങ്ങ് പോകുന്നതാണ് കാണിക്കുന്നത്. ഷാരിയും സരയും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഓട്ടോയിൽ താര ഇതേ ഹോസ്പിറ്റലിൽ വന്നിറങ്ങുവാണ് കേട്ടോ. താരയാണെങ്കിൽ സ്വന്തം കുഞ്ഞിനെ കാണുമ്പോൾ ഭയങ്കര സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. ഷാരി ഇത് കണ്ട് പെട്ടെന്ന് ഞെട്ടുവാണ് കേട്ടോ. എന്നാൽ ഇത് കണ്ട സരയുവിനാണെങ്കിൽ ദേഷ്യം വന്നിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുവാണ് താരേനെ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.